അഴലേറും ജീവിതമരുവിൽ നീ തളരുകയോ ഇനി സഹജേ. പ്രൈസ് ദി ലോർഡ്. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യമേറിയ നാമം ഈ പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമേറിയ ഈ ഒരു പ്രഭാതത്തിൽ വീണ്ടും തിരുവചന പഠനത്തിനായി നമുക്കൊരുമിച്ച് കടന്നു വരുവാനും വ്യത്യസ്തമായ ഇടങ്ങളിൽ ഇരുന്നുകൊണ്ട് ഈ തിരുവചന സത്യങ്ങളെ ഗ്രഹിപ്പാനും നമുക്ക് ലഭിക്കപ്പെട്ട ഈ അസുലഭ സന്ദർഭത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. ഇന്നത്തെ പ്രഭാതത്തിൽ പ്രഭാത ചിന്തയ്ക്കായി ദൈവസന്നിധിയിൽ വളരെയധികം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ എല്ലാ മാന്യ മിത്രങ്ങൾക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള പ്രഭാത വന്ദനത്തെ അറിയിക്കുകയാണ്. നമ്മൾ ഇന്ന് പകലിൽ ചിന്തിക്കുന്ന പ്രധാനപ്പെട്ട പ്രമേയം യാക്കോബ് അപ്പോസ്തലൻ്റെ പുസ്തകം 2-ാം അധ്യായമാണ്. അതിൻ്റെ 2-ാം അധ്യായത്തിൽ പ്രധാനപ്പെട്ട 3 പാഠങ്ങളാണ് നമുക്ക് പഠിക്കുവാനുള്ളത്. ആ പ്രധാനപ്പെട്ട 3 പാഠങ്ങൾ എന്ന് പറയുന്നത്, 1 സ്നേഹമാണ്, 2 വിശ്വാസമാണ്. ഈ 3 പാഠങ്ങളിൽ നമുക്ക് പഠിക്കുവാനുള്ള പ്രധാനപ്പെട്ട 3 പ്രമേയങ്ങൾ, അതൊന്ന് സ്നേഹമാണ്. അപ്പോൾ സ്നേഹത്തെക്കുറിച്ച് വിശുദ്ധ യാക്കോബ് അപ്പോസ്തലൻ പഠിപ്പിക്കുന്നത് എന്താണ്? സ്നേഹത്തെക്കുറിച്ച് പഠിപ്പിക്കുമ്പോൾ അദ്ദേഹം പഠിപ്പിക്കുന്നത് പക്ഷപാതം കാണിക്കരുത്, 2 മുഖം നോക്കരുത്, ഒരുവൻ്റെ വസ്ത്രത്തെ വിധിക്കരുത്. ഇങ്ങനെ 3 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് സ്നേഹത്തിൽ യാക്കോബ് അപ്പോസ്തലൻ നമ്മളെ ഓർപ്പിക്കുന്ന പാഠം. അതിൽ പക്ഷപാതം കാണിക്കരുത് എന്ന് കർശനമായൊരു താക്കീത് ഇവിടെ അപ്പോസ്തലനായ യാക്കോബ് നൽകുകയാണ്. പക്ഷേ നിർഭാഗ്യവശാൽ ഇന്നും ദൈവസഭകളിൽ പക്ഷപാതമുണ്ട് എന്നുള്ളതാണ് വാസ്തവം. അതുകൊണ്ട് എന്താണ് സംഭവിക്കുവാൻ പോകുന്നത്? ഇവിടെ നമ്മൾ പക്ഷാഭേദം കാണിച്ച് ജാതിയുടെയും മതത്തിൻ്റെയും വർണ്ണത്തിൻ്റെയും ഒക്കെ പേരിൽ നടത്തുന്ന വിവേചനങ്ങൾ ഇന്ന് ദൈവസഭയ്ക്കകത്ത് വളരെ ധാരാളമായി ഇങ്ങനെ തുടികൊട്ട് വാഴുമ്പോൾ നാം അറിയേണ്ട ഒരു നഗ്നമായ സത്യം, ഇവരാരും ദൈവരാജ്യത്തിൽ കടക്കുകയില്ല എന്നുള്ളതാണ്. അപ്പോൾ ദൈവരാജ്യത്തിൻ്റെ ഒരു പോളിസി, ദൈവരാജ്യത്തിലേക്കൊരുവൻ കടക്കണമെങ്കിൽ എന്താണ് അവൻ ആവശ്യം? അതുകൊണ്ടാണ് വേദപുസ്തകം ആദിയോടന്തം, ഇനി മത്തായി സുവിശേഷം തുടങ്ങി വെളിപ്പാട് പുസ്തകം വരെ നിങ്ങൾ വായിച്ച് പഠിച്ച് അതിൻ്റെ അകത്തെല്ലാം മുഴങ്ങിക്കേൾക്കുന്ന ഒരു പദമാണ് മാനസാന്തരം, റിപ്പൻഡൻസ് എന്ന് പറയുന്ന പദം. അപ്പോൾ മാനസാന്തരമാണ് ദൈവസഭകൾക്ക് ഇന്ന് ആവശ്യമായിരിക്കുന്ന പ്രധാനപ്പെട്ട ഘടകം. നമ്മളൊക്കെ പണത്തിൻ്റെയും ജാതിയുടെയും നിറത്തിൻ്റെയും വിദ്യാഭ്യാസത്തിൻ്റെയും ഒക്കെ പേരിൽ ഇങ്ങനെ കിടന്ന് അഹങ്കരിക്കുമ്പോൾ, തല്ലുമ്പോൾ, പ്രത്യേകിച്ചും കസേരയ്ക്ക് വേണ്ടി, അധികാരത്തിന് വേണ്ടി അധികാരമോഹികളായി മാറുമ്പോൾ, ഇന്ന് യഥാർത്ഥത്തിൽ ദൈവസഭയ്ക്കകത്ത് ഭരിക്കുന്ന ആത്മാവ് ലൂസിഫറിൻ്റെ ആത്മാവാണെന്ന് പറയുന്നതിൽ യാതൊരു വിധമായ തർക്കവുമില്ല. കാരണം അധികാരമോഹികളായി ആൾക്കാർ മാറ്റപ്പെട്ടു. ഒരുവൻ്റെ കുതികാലിൽ പിടിച്ചിട്ടാണെങ്കിലും വല്ല വിധേനയും അധികാരത്തിൽ എത്തപ്പെടുക എന്നത്. അധികാരത്തിനു വേണ്ടി നെട്ടോട്ടം ഓടുന്ന ഒരു കൂട്ടം ജനതയാണ് ഇന്ന് നമ്മൾ കാണുന്നത്. നമ്മുടെ സഭയ്ക്കകത്ത് സാമ്പത്തികമായി ഒരുപാട് പരാധീനതയിലുള്ള ഒരുവനെ അവനെ കാണുവാനോ അവനെ മനസ്സിലാക്കുവാനോ
അവന് വേണ്ടി ഒരു വാക്ക് പ്രാർത്ഥിക്കുവാനോ അവന് ആവശ്യമായ കൈത്താങ്ങൽ കൊടുക്കുവാനോ ഇന്നത്തെ ജനം തയ്യാറല്ല എന്നുള്ളതാണ്. നിങ്ങൾ വിദേശത്ത് പോകുന്ന പാസ്റ്റർമാരെ ഒന്നെടുത്ത് ഏറ്റവും കൂടുതൽ അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മീറ്റിംഗ് വരുമ്പോൾ ഇവിടുത്തെ നേതാക്കന്മാരെ മാത്രമേ അവർ ഇൻവൈറ്റ് ചെയ്യുന്നുള്ളൂ. ഇങ്ങനെയുള്ള ധാരാളം പക്ഷാഭേദങ്ങൾ നമ്മുടെ സഭയ്ക്കകത്ത് ഇങ്ങനെ നടമ്പാടിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ശുശ്രൂഷയുള്ള ധാരാളം ദൈവദാസന്മാരുണ്ട്. ഉത്തര ഭാരതത്തിൽ അറിയപ്പെടാതെ കിടക്കുന്ന ധാരാളം ദൈവദാസന്മാർ, ദൈവമക്കളുണ്ട്. ഒരു നേരത്തെ ആഹാരത്തിന് വകയില്ലാത്ത ധാരാളം ദൈവദാസന്മാർ, ദൈവമക്കളൊക്കെ നോർത്ത് ഇന്ത്യയുടെ പല ഭാഗങ്ങളിലുണ്ട്. ഇവിടെ യാക്കോബ് അപ്പോസ്തലൻ രേഖപ്പെടുത്തുന്നത്, സ്നേഹത്തിലാണോ നിങ്ങൾ വേരൂന്നുന്നത്? കൊരിന്ത്യ ലേഖനത്തിൽ പൗലോസ് എന്താ പഠിപ്പിക്കുന്നത്? 13-ാം അധ്യായത്തിൽ, ഞാൻ മനുഷ്യരുടെയും ദൂതന്മാരുടെയും ഒക്കെ ഭാഷകളിൽ സംസാരിച്ചാലും സ്നേഹമില്ല എങ്കിൽ ഞാൻ ആരാണെന്നറിയാമോ? ചിലമ്പുന്ന കൈത്താളവും ഒക്കെയാണ്. ദൈവം ആഗ്രഹിക്കുന്നത് ദൈവസ്നേഹത്തിൻ്റെ അകത്ത് വേരൂന്നി നിൽക്കുക എന്നുള്ളതാണ്. അപ്പോൾ ദൈവസ്നേഹത്തിൻ്റെ അകത്ത് വേരൂന്നിയ ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം അവൻ ജാതി നോക്കാറില്ല, അവൻ മതം നോക്കാറില്ല, അവൻ വർണ്ണം നോക്കാറില്ല, കുലം നോക്കാറില്ല, കളറ് നോക്കാറില്ല. കാരണം അവൻ്റെ അകത്തളത്തിൽ വ്യാപരിക്കുന്നത് ദൈവത്തിൻ്റെ ശക്തിയാണ്. അവൻ്റെ അകത്തളത്തിൽ വ്യാപരിക്കുന്നത് ദൈവസ്നേഹമാണ്. ദൈവസ്നേഹത്തിൻ്റെ ആ പ്രഭയിൽ മുങ്ങി ഒരു ഭക്തന് ഒരിക്കലും മറ്റുള്ളവനെ നിന്ദനായിട്ടെണ്ണാനോ വഷളനായിട്ടെണ്ണാനോ സാധ്യമല്ലവയല്ല. ഈ പ്രഭാതത്തിൽ എൻ്റെ പ്രഭാത ചിന്ത കേൾക്കുന്ന എൻ്റെ മാന്യമിത്രങ്ങളോട് പറയട്ടെ, നമ്മുടെയൊക്കെ ഉള്ളിൽ നിന്ന് ഈ കാലഘട്ടത്തിൽ എടുത്തു മാറ്റപ്പെടേണ്ട ഒന്നാണ് പക്ഷപാതം, വർണ്ണവിവേചനം, ലിംഗവിവേചനം, അതുപോലെ തന്നെ ജാതി പേര് പറഞ്ഞ് ദൈവസഭയ്ക്കകത്ത് അലങ്കോലമാക്കുവാൻ ശ്രമിക്കുന്ന, കസേരയ്ക്ക് വേണ്ടി, അധികാരത്തിനു വേണ്ടി മോഹത്തെ ജനിപ്പിച്ച് പാപത്തെ ഇങ്ങനെ ഗർഭം ധരിപ്പിക്കുന്ന പൈശാചികതയുടെ പ്രവണതകൾ ദൈവസഭയ്ക്കകത്തുനിന്ന് മാറേണ്ട കാലഘട്ടം എന്നേ കഴിയും. അതുകൊണ്ട് ഈ പ്രഭാതത്തിൽ നമുക്ക് ഈ സന്ദേശത്തിന് മുൻപാകെ സമർപ്പിക്കും. ഇതിൻ്റെ ബാക്കി ഭാഗം നാളത്തെ പ്രഭാതത്തിൽ കേൾക്കാം. കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു, വലിയ അനുഗ്രഹമാക്കി തീർക്കണം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. എല്ലാവർക്കും നല്ലൊരു പ്രഭാതം നേരുന്നു. ക്രിസ്തുവിൽ നിങ്ങളുടെ പ്രിയ സഹോദരൻ പാസ്റ്റർ ജോസ് സാമുവേൽ.